തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ബിജെപിക്കാണ്. ആകെ സംഭാവനയുടെ 46.74% ബിജെപിക്കാണ് ലഭിച്ചത്. ബിജെപിയുടെ നുണപ്രചരണങ്ങൾ പുറത്തുവന്നെന്ന് എഐസിസി മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് പ്രതികരിച്ചു. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ബിജെപിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇലക്ട്രൽ ബോണ്ടിൽ ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയതെന്നറിയാൻ ഇനിയും സമയമെടുക്കും. എന്നാൽ ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത് ബിജെപിക്ക് എന്നത് വ്യക്തമാണ്. ബിജെപിയുടെ നുണപ്രചാരണങ്ങൾ പുറത്തുവന്നെന്ന് എഐസിസി മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് പ്രതികരിച്ചു. देखिए, मैं उस पर अभी एक विश्लेषण मैंने किया है, अगले 10-15 मिनट में निकलवा रहा हूँ. आपको सारी जानकारी मिल जाएगी किस तरीके से ये इलेक्ट्रल बॉन्ड का दुरुपयोग किया गया है. 60% इलेक्ट्रल बॉन्ड सिर्फ बीजेपी को गए हैं. 60%, 60% बीजेपी को गया है. और मैंने दिखाया है इस विश्लेषण के द्वारा कि किस तरह से ईडी, सीबीआई, इनकम टैक्स का दुरुपयोग किया है. और जिन्होंने चंदा दिया है उनको क्या कहां से कॉन्ट्रैक्ट मिले हैं. हाईवे के कॉन्ट्रैक्ट मिले हैं, टनल के धंधे मिले हैं, और कोई प्रोजेक्ट मिला है. तो ये सब मिली भगत है. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി വാങ്ങിയത് 1368 കോടിയുടെ ബോണ്ടുകളെന്ന് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളിൽ വ്യക്തമാണ്. സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്കെതിരെ 2022 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നെന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന് ലഭിച്ച 1123 കോടിയേക്കാൾ 6 മടങ്ങ് അധികമാണ് ബിജെപിക്ക് ലഭിച്ചത്. 6566 കോടിയാണ് ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളിൽ ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിന് കമ്പനിയാണ് മുന്നിൽ. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് 1000 കോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിരിക്കുന്നത്. വാക്സിൻ കമ്പനിയായ ഭാരത് ബയോടെക്കും ബോണ്ടുകൾ വാങ്ങി കോടികൾ സംഭാവന നൽകിയിട്ടുണ്ട്. നിരവധി ഖനി കമ്പനികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടിലൂടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് 980 കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. മേഘ എഞ്ചിനീയറിംഗിനെതിരെയും ആദായ നികുതി വകുപ്പ് നടപടിയുണ്ടായിരുന്നു. സജു ചാമക്കാലയിൽ, ജയ് ഹിന്ദ് ന്യൂസ്, ഡൽഹി.